വോട്ട് പെട്ടിയിലാകുന്നതുവരെ ജനങ്ങളുടെ കാൽക്കൽ വീഴുന്ന ജനപ്രതിനിധികൾ ഭരണം കിട്ടിയാൽ ജനങ്ങളെ എങ്ങനെ മറക്കുന്നു എന്നതിന്റെ കരളലിയിക്കുന്ന കാഴ്ചയ്ക്കാണ് ഇടുക്കി ശാന്തൻപാറ സാക്ഷ്യം വഹിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജനപ്രതിനിധികൾ ഭരണം ആഘോഷിക്കുമ്പോൾ അവർക്ക് വോട്ട് ചെയ്ത സാധാരണക്കാർ ഒരു തുള്ളി കുടിവെള്ളത്തിനായി തെരുവിൽ അലയുകയാണ്. ശാന്തൻപാറ പഞ്ചായത്തിലെ പൂപ്പാറ സിറോലാൻഡ് ഉന്നതിയിലെ 45ഓളം കുടുംബങ്ങളാണ് കഴിഞ്ഞ 3 മാസമായി കടുത്ത ദാഹത്തിൽ വെന്തുരുകുന്നത്. കുഞ്ഞുങ്ങളും പ്രായമായവരും അടങ്ങുന്ന ഒരു ജനവിഭാഗം വെള്ളത്തിനായി നെട്ടോട്ടമോടുമ്പോഴും അധികാരികൾ പുലർത്തുന്ന നിസ്സംഗതയ്ക്കെതിരെ പ്രദേശത്ത് ജനകീയ പ്രതിഷേധം ഇരുമ്പുകയാണ്. പദ്ധതികൾ ഫയലുകളിൽ വിശ്രമിക്കുമ്പോൾ യാഥാർത്ഥ്യം കനത്ത ദുരിതമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ശാന്തൻപാറ പഞ്ചായത്തിലെ 12, 13 വാർഡുകളിൽ ഉൾപ്പെടുന്ന എസ്റ്റേറ്റ് പൂപ്പാറ സീറോലാൻഡ് ഉന്നതി. മതികെട്ടാൻ ചോലയിൽ നിന്നും വെള്ളമെത്തിക്കുന്ന ശാന്തൻപാറ പഞ്ചായത്തിന്റെ വലിയൊരു കുടിവെള്ള പദ്ധതി നിലവിലിരിക്കെയാണ് ഈ 45 കുടുംബങ്ങൾ ദാഹിച്ചു വലയുന്നത്. താഴെയുള്ള ടാങ്കുകളിൽ സമൃദ്ധമായി വെള്ളം എത്തുന്നുണ്ട്. എന്നാൽ തങ്ങളുടെ ഉന്നതിയിലേക്ക് വെള്ളം തുറന്നുവിടാൻ വാൽവ് ഓപ്പറേറ്റർമാരോ അധികൃതരോ തയ്യാറാകുന്നില്ലെന്നാണ് ജനങ്ങളുടെ പ്രധാന പരാതി. ഫോൺ വിളിച്ചാൽ ജനപ്രതിനിധികൾ എടുക്കില്ല. ജീവനക്കാർക്ക് അനാസ്ഥ. 5ഉം 10ഉം അംഗങ്ങളുള്ള കുടുംബങ്ങൾ വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യത്തിന് മുന്നിൽ അധികാരികൾക്ക് മൗനം മാത്രമാണ് മറുപടി. 3 മാസമായി വെള്ളം വന്നിട്ട് കഞ്ഞി വയ്ക്കാനും വെള്ളമല്ല, ചായ വയ്ക്കാനും വെള്ളമല്ല. രാവിലെ കുളിച്ചൊരു 15 ദിവസമായി ഞാൻ എവിടെ പോയി ഞാൻ പഞ്ചായത്തിൽ പോയി കുളിക്കാൻ പറ്റുമോ? ഇവിടുത്തെ ദുരിതത്തിന്റെ ആഴം കൂട്ടുന്നത് സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പോലുമില്ലെന്നതാണ്. കടുത്ത വേനലിലും ദാഹത്തിലും സ്വന്തം ചെലവിൽ വണ്ടിക്കൂലി നൽകി വാഹനങ്ങളിൽ വെള്ളം എത്തിക്കാൻ വിചാരിച്ചാൽ പോലും തകർന്നു കിടക്കുന്ന പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ വണ്ടികൾക്ക് കടന്നുവരാൻ കഴിയില്ല. റോഡ് നന്നാക്കി തരാമെന്ന വാഗ്ദാനവും അധികൃതർ ജലരേഖയാക്കി മാറ്റി. പ്രശ്നവുമായി പഞ്ചായത്ത് അധികൃതരെ സമീപിച്ചപ്പോൾ രാഷ്ട്രീയമായ പഴിചാരലിലൂടെ തങ്ങളെ ഒതുക്കാനാണ് ഭരണാധികാരികൾ ശ്രമിച്ചതെന്ന് കോളനി നിവാസികൾ ആരോപിക്കുന്നു. ഇലക്ഷന്റെ മുമ്പ് ഞങ്ങളെയൊക്കെ കൂട്ടി ഈ ഗ്രൗണ്ടിൽ നിന്നിട്ട് പുള്ളി പറഞ്ഞതാ, വെള്ളത്തിന്റെ കാര്യത്തിന് എല്ലാത്തിനും ഞങ്ങളെല്ലാം റെഡിയാക്കി തരാന്ന് പറഞ്ഞതാണ് ലിജിച്ചേട്ടൻ. ഞങ്ങൾ അതൊക്കെ ചെയ്തു. ഇത് ഇലക്ഷൻ കഴിഞ്ഞ പിന്നെ ഈ ഭാഗത്ത് വെള്ളം വന്നിട്ടില്ല. ഞങ്ങൾ ഫോൺ വിളിച്ചാലും പുള്ളി ഫോൺ എടുക്കാറില്ല. അപ്പൊ ഞങ്ങൾ വെള്ളത്തിന് എവിടെ പോകും? പൈസ ഉള്ളവര് എവിടെ ഉള്ള വെള്ളം ഒരു വെള്ളം അടിച്ച് ആരും തരുവോ? തരത്തില്ല. അപ്പൊ ഞങ്ങൾ പുഴയിൽ നിന്ന് വെള്ളം കോരി കുടിക്കണോ ഇനി? അപ്പൊ ഇതിന് ഈ പഞ്ചായത്ത് ഒരു ഉത്തര നടപടിക്ക് എടുത്തേ ആകാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഈ വെള്ളം തരുന്നതിന് ഈ 27 കുടുംബവും ഞങ്ങളുടെ വീട്ടിലാണ് പൈസ കൊണ്ട് തരുന്നത്. എന്റെ കെട്ടിയവനാണ് പ്രസിഡന്റായിട്ട് എടുത്തു വെച്ചേക്കുന്നത്. പുള്ളീനെ വിളിക്കുമ്പോൾ പറയും, ഇക്ക ഞാൻ ഇപ്പം മുരുകനെ വിളിച്ച് പറയാം, ഇപ്പം മുരുകൻ കയറ്റി വിടുമെന്ന് പറയും. മുരുകനെ വിളിച്ചാൽ മുരുകൻ ഫോൺ എടുക്കുകയില്ല. ഇവിടെ വെള്ളം തുറക്കുന്ന ബാബുവിനെ വിളിച്ചാൽ ബാബുവും ഫോൺ എടുക്കുകയില്ല. ബാബുവിനോട് ചോദിക്കുമ്പോൾ ഇപ്പൊ ഇന്ന് കയറും കേട്ടോ, നാളെ കയറും കേട്ടോ എന്ന് പറയും. വരും, താഴത്തെ ടാങ്കി വീഴും, അവരുടെ ആവശ്യത്തിന് അവരങ്ങെടുക്കും. ഞങ്ങൾക്ക് വെള്ളമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഞങ്ങളെ ഈ ഗ്രൗണ്ടിൽ കൂട്ടിനിർത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന് വാഗ്ദാനം നൽകിയതാണ്. വോട്ട് പെട്ടിയിലായതോടെ ആരും ഈ വഴിക്ക് വരുന്നില്ല. ഫോൺ വിളിച്ചാൽ എടുക്കുന്നുമില്ല. ഇപ്പോൾ ഞങ്ങൾ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആണ് ജയിച്ചത്, അതുകൊണ്ട് അവരുടെ അടുത്ത് പോയി വെള്ളം ചോദിക്കുക എന്നാണ്. ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കുടിവെള്ളത്തിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന ഇത്തരത്തിലുള്ള ക്രൂരമായ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ഉന്നതി നിവാസി പളനിവേൽ പറയുന്നു. വെള്ളം ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റും നോക്കാറില്ല, തിരിഞ്ഞു നോക്കാറില്ല, മെമ്പറും ഇല്ല, തിരിഞ്ഞു നോക്കാറില്ല. ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ ജയിച്ച്, അതുകൊണ്ട് അവരുടെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ 3 മാസമായിട്ട് വെള്ളമില്ല, കുടിവെള്ളം. ഞങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കി തരണം. അല്ലെങ്കിൽ നാളെ മൊത്തം ഈ 45 കുടുംബവും നാളെ പഞ്ചായത്ത് ഓഫീസ് വയ്ക്കും. ഞങ്ങൾക്ക് കുടിവെള്ളം കിട്ടിയേ മതിയാവുള്ളൂ. ഇനിയും ഈ അവഗണന സഹിക്കാൻ കോളനി നിവാസികൾ തയ്യാറല്ല. വരും ദിവസങ്ങളിൽ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടായില്ലെങ്കിൽ സ്കൂൾ കുട്ടികളെയും പ്രായമായവരെയും അണിനിരത്തി 45 കുടുംബങ്ങളും ഒന്നടങ്കം ശാന്തൻപാറ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തും. അനിശ്ചിതകാല പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനാണ് ജനങ്ങളുടെ തീരുമാനം. അടിയന്തരമായി ജില്ലാ കളക്ടറും തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇടപെടണമെന്നാണ് ഉയരുന്ന ശക്തമായ ആവശ്യം. വോട്ട് ചോദിച്ചെത്താൻ കാണിച്ച ആവേശം ജനങ്ങളുടെ ദാഹമകറ്റാൻ ജനപ്രതിനിധികൾ കാണിക്കുന്നില്ല എന്നതിന്റെ നേർചിത്രമാണ് സീറോലാൻഡ് ഉന്നതി. കുടിവെള്ളം രാഷ്ട്രീയ കളിക്കുള്ള ആയുധമല്ലെന്നും ജീവിക്കാനുള്ള അവകാശമാണെന്നും അധികാരികൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിന് ഈ മലയോര ഗ്രാമം സാക്ഷ്യം വഹിക്കേണ്ടി വരും. സിറ്റി വിഷൻ, ശാന്തൻപാറ.